പ്രിയമുള്ളവരെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ സാധനം കാണിച്ചു തന്നപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് കോഴി പാർട്സ് എന്ന് പറയും. ഇത് ഞാൻ നായയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ഫുഡാണ്. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നായയ്ക്ക് വേണ്ടി വേവിച്ചൊക്കെ വെച്ചതാണ്. അപ്പോൾ അതിൽ വേവിക്കാത്തൊരു ഭാഗമാണിത്. ഇത് കോഴിയുടെ ആമാശയം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മളത് സാധാരണ വൃത്തിയാക്കിയതിന് ശേഷമാണ് അത് വേവിക്കാറുള്ളത്. ഇന്നത് വൃത്തിയാക്കാതെ തന്നെ ഞാൻ അപ്പാടെ ഒന്ന് വേവിച്ചു. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം പലർക്കും അറിയുന്നുണ്ടായിരിക്കാം, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം റബ്ബർ പോലെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് കീറിയെടുക്കുമ്പോൾ നമുക്ക് കുറേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താണ് കിട്ടുന്നത്? അപ്പോൾ കോഴിയുടെ ഒരു വേസ്റ്റൊക്കെ ആണല്ലോ, കാട്ടം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ദഹിക്കാതെ അതിൻ്റെ വയറിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിലുണ്ടാവുക. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ? തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ കല്ലുകളാണ്. ഇത് കണ്ടു, കല്ലുകളാണ്. ഇതൊക്കെ മെറ്റലിൻ്റെ പൊടികളാണ്. ഈ മാർബിളിൻ്റെ, ടൈൽസിൻ്റെയൊക്കെ പൊടികളാണിത്. ഇത് വളരെ ചെറിയ തരികളായിട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം പൊളിച്ച് നോക്കി. എല്ലാത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടോ? ശരിക്കും നോക്കൂ. കോഴിത്തീറ്റയിൽ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുക്കുന്നതാണ്. ഇത് കോഴിത്തീറ്റ ലാഭിക്കാനും ഒപ്പം കോഴി തൂക്കം കൂട്ടി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സാധനം വയറിൽ ദഹിക്കാതെ കിടക്കുമ്പോൾ പാവം കോഴികൾക്ക് വിശക്കില്ല. അപ്പോൾ അവർ തീറ്റ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ തൂക്കി മേടിക്കുമ്പോൾ കോഴി നല്ല വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മളെയും പക്ഷിയെയും ഒക്കെ കോഴീനെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് കച്ചവടക്കാരുടെ വേറൊരു തന്ത്രമാണ്, ഒരു മായം ചേർക്കൽ അല്ലേ? ഏതൊക്കെ തരത്തിലാണ് മായങ്ങൾ ഒന്ന് നോക്കൂ. ഇനി എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഈ വീഡിയോ. ഈ സാധനം നമ്മൾ കഴിക്കുന്നതൊന്നല്ലല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നേക്കാം. എന്നാലും നമ്മൾ പറ്റിക്കപ്പെടുന്നതിൻ്റെ വേറൊരു രൂപം അത് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ.